നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് വൃത്തം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കവിതയിൽ വൃത്തം നിർണ്ണയിക്കുന്നതിന് ആ കവിതയിൽ ഓരോ വരിയിലും അക്ഷരത്തിൻ്റെ എണ്ണം എടുത്തിട്ടാണ്. എന്നിട്ട് ആ ഓരോ വൃത്തത്തിൻ്റെയും ലക്ഷണം അനുസരിച്ച് എത്ര അക്ഷരം വീതം ഗണം തിരിക്കണമെന്ന് നോക്കണം. ഗണം തിരിക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്. അതിൽ ഹ്രസ്വാക്ഷരം ലഘുവതാം, ഗുരുവാം ദീർഘമായത്, അനസ്വാരം വിസർഗം, തീവ്രയത്നം വരച്ചിടും ചില്ല് ഇവതാൻ പിന്നിൽ വന്നാൽ ഹ്രസ്വവും ഗുരു എന്നാണ് നിയമം. ഹ്രസ്വാക്ഷരം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറുക്കി പറയുന്ന അക്ഷരങ്ങൾ. ആ ഹ്രസ്വാക്ഷരം, ക ഹ്രസ്വാക്ഷരം, അങ്ങനെ. ആ എന്ന് പറയുമ്പോൾ അത് ദീർഘാക്ഷരം, ക എന്ന് പറയുമ്പോൾ ദീർഘാക്ഷരം. അങ്ങനെയുള്ള ഹ്രസ്വാക്ഷരങ്ങളെല്ലാം ലഘുവും ദീർഘാക്ഷരം ഗുരുവുമായിരിക്കും. പിന്നീട് അനസ്വാരം എന്ന് വെച്ചാൽ പൂജ്യം ഇടുന്നത്, എന്നൊക്കെ ഇടുന്നത്. വിസർഗം, ദുഃഖം എഴുതുമ്പോൾ 2 പൂജ്യം ഇടും. അത് തീവ്രയത്നം വരച്ചിടും ചില്ല് എന്ന് പറയുമ്പോൾ ചില ചില്ലുകൾ നമ്മൾ എടുത്ത് പറയേണ്ടി വരും. അത് കൂട്ടക്ഷരം. ഇവയെല്ലാം ഒരക്ഷരത്തിൻ്റെ പിന്നിൽ വന്നാൽ ആ മുന്നിലിരിക്കുന്ന അക്ഷരം അത് ഹ്രസ്വാക്ഷരം ആയാലും ഗുരുവായി മാറും എന്നാണ് നിയമം. ഇനി ഒരു അക്ഷരം പറയാനെടുക്കുന്ന സമയത്തിനെ മാത്ര എന്ന് പറയുന്നു. ഒരു ലഘുവിന് 1 മാത്രയും ഒരു ഗുരുവിന് 2 മാത്രയുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണമേ. നന്ദി, നമസ്കാരം.